വയനാട് ഉരുൾപൊട്ടൽ ദുരന്തത്തിലെ പ്രയാസങ്ങൾ അനുഭവിച്ചവർക്ക്, വീടുകൾ നഷ്ടപ്പെട്ടവർക്ക് കോൺഗ്രസ് പാർട്ടി നിർമ്മിച്ചു നൽകുന്ന വീടുകളുടെ തറക്കല്ലിടിൽ കർമ്മം 26-ാം തീയതി, ഈ മാസം 26-ാം തീയതി ഉച്ചയ്ക്ക് 2:30 മണിക്ക് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി നിർവഹിക്കുന്നതാണ്. കൽപ്പറ്റയിലെ മേപ്പാടിയിൽ നടക്കുന്ന ചടങ്ങിൽ AICC ജനറൽ സെക്രട്ടറിമാർ പ്രിയങ്ക ഗാന്ധി MP, KC വേണുഗോപാൽ MP, പ്രതിപക്ഷ നേതാവ് VD സതീശൻ, UDF നേതാക്കന്മാർ സാദിഖ് അലി ശിഹാബ് തങ്ങൾ, PK കുഞ്ഞാലിക്കുട്ടി, PJ ജോസഫ് തുടങ്ങിയ നേതാക്കന്മാരും മറ്റ് സമൂഹത്തിൻ്റെ പ്രധാന വ്യക്തികളെല്ലാവരും സംബന്ധിക്കുന്നു. 26-ന് 2:30 ഉച്ചയ്ക്ക് 2 മണി. നിലവിലെ 3.24 ഏക്കർ സ്ഥലം ഇതിനായിട്ട് രജിസ്റ്റർ ചെയ്തു. ഈ ആഴ്ചയിൽ തന്നെ 2.18 ഏക്കർ സ്ഥലം കൂടി രജിസ്റ്റർ ചെയ്യും. ഈ അങ്ങനെയുള്ള 5.5 ഏക്കറിലധികം വരുന്ന സ്ഥലത്ത് 50 വീടിൻ്റെ നിർമ്മാണമാണ് ഇപ്പോൾ ആരംഭിക്കുന്നത്. അതേപോലെ തന്നെ തുടർന്നുള്ള വീടുകളുടെ നിർമ്മാണത്തിനുള്ള സ്ഥലവും ഏറ്റെടുക്കും. അത് മേപ്പാടി പഞ്ചായത്തിലെ ഏഴാഞ്ചിറ പ്രദേശത്താണ്. മറ്റൊരു 5 ഏക്കർ കൂടി ഏറ്റെടുത്ത് 50 വീടിൻ്റെ നിർമ്മാണവും വൈകാതെ ആരംഭിക്കും. ഒരു വീടിന് 1100 സ്ക്വയർ ഫീറ്റ് വിസ്തൃതി, 1100 സ്ക്വയർ ഫീറ്റ് വിസ്തൃതിയാണ് ഉദ്ദേശിക്കുന്നത്. ദുരിതബാധിതരായ ആളുകൾ, പാടിയിൽ താമസിച്ചിരുന്ന ആളുകൾ, സാങ്കേതിക കാരണങ്ങൾ പറഞ്ഞ് സർക്കാർ ലിസ്റ്റിൽ നിന്ന് ഒഴിവാക്കപ്പെട്ട ദുരിതബാധിതർ, ഇവരെയാണ് വീടിൻ്റെ ഗുണഭോക്താക്കളായിട്ട് തിരഞ്ഞെടുക്കാൻ പോകുന്നത്. മണ്ണിൻ്റെ ഘടന പരിശോധന കഴിഞ്ഞു. നിർമ്മാണ പ്രദേശത്തെ നീരൊഴുക്ക് സംബന്ധിച്ച പഠനം കഴിഞ്ഞു. എൻവയൺമെൻറ്റ് എഞ്ചിനീയറിംഗ് ഉൾപ്പെടെയുള്ള നടപടികൾ പൂർത്തിയാക്കി ഏറ്റവും മികച്ച സൗകര്യങ്ങളോട് കൂടിയുള്ള ഭവനങ്ങളായിരിക്കും കൈമാറുന്നത്. ചൂരൽമലയിലും മുണ്ടക്കയത്തും ദുരിതബാധിതരുടെ കച്ചവട സ്ഥാപനം, മുണ്ടക്കയിലും കച്ചവട സ്ഥാപനങ്ങൾക്കുണ്ടായ നാശനഷ്ടങ്ങൾ, അതിൽ ഗവൺമെൻറ് മതിയായ നാശനഷ്ടങ്ങൾ നൽകാത്ത കച്ചവട സ്ഥാപനങ്ങളുടെ ഉടമകൾ പ്രിയങ്ക ഗാന്ധി MPയെ സന്ദർശിച്ച് അവരുടെ പ്രയാസങ്ങൾ പറഞ്ഞിരുന്നു. പ്രിയങ്ക ഗാന്ധി മുൻകൈ എടുത്തുകൊണ്ട് ഇത്തരത്തിലുള്ള കച്ചവട സ്ഥാപനങ്ങളുടെ ഉടമകൾക്ക് 5 ലക്ഷം രൂപ വീതവും ഈ ചടങ്ങിൽ വെച്ച് നൽകുന്നതാണ്. എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ പ്രത്യേകമായിട്ട് അഭ്യർത്ഥിക്കുന്നു. ഇതിന് സഹകരിച്ച് എല്ലാവർക്കും പ്രത്യേകം നന്ദി പറയുന്നു. ഒരു 40 ലക്ഷം പേർ തൽക്കാലം, 40 പേര്. അല്ലല്ല, വീടുകൾ 100. ആദ്യത്തെ ഘട്ടത്തിൽ 50 വീടുകൾ തുടങ്ങുന്നു. ഇവിടെ പറഞ്ഞത് 5 ലക്ഷം രൂപ വീത കച്ചവട സ്ഥാപനങ്ങളിൽ നാശനഷ്ടം സംഭവിച്ച 40 കച്ചവട സ്ഥാപനങ്ങൾക്ക് കെട്ടിടങ്ങൾ ഉൾപ്പെടെ നാശം വന്നു. അതുകൊണ്ട് ഈ കെട്ടിട ഉടമകൾക്കാണ് 5 ലക്ഷം വീതം നൽകുന്നത്. തുടർച്ചയായിട്ട് തന്നെ ഇപ്പം 50 വീടിൻ്റെ നിർമ്മാണം പ്രവർത്തനം ആരംഭിക്കുന്നു. അതിൻ്റെ തുടർച്ചയായിട്ട് സ്ഥലം ഏറ്റെടുക്കലും സ്ഥലം വാങ്ങലും നിർമ്മാണവും തുടർച്ചയായിട്ട് തന്നെ തുടരും. ഭൂമി കണ്ടെത്തിയത് ഒന്ന് മേപ്പാടി പഞ്ചായത്തിലെ കുന്നംപറ്റ. ഇനി ഏഴാഞ്ചിറ പ്രദേശത്ത് മറ്റൊരു 5 ഏക്കർ കൂടി ഏറ്റെടുക്കുന്നതിൻ്റെ കാര്യങ്ങൾ പുരോഗമിക്കും. ഇപ്പം നമ്മൾ പറഞ്ഞല്ലോ 3/24 രജിസ്റ്റർ ചെയ്തു. 5/24, 2/18 ഇപ്പം തന്നെ രജിസ്റ്റർ ഈ ആഴ്ച ചെയ്യും. 5/42, 5 ഏക്കർ 5.45. അതിന് പുറമെയാണ് ഒരു 5 ഏക്കറും കൂടെ ഏഴാഞ്ചിറയിൽ. സെന്റിന്റെ രജിസ്ട്രേഷൻ കഴിഞ്ഞു. 2 ഏക്കർ 18 സെന്റ് ഈ ആഴ്ച കംപ്ലീറ്റ് ചെയ്യും. അപ്പൊ അങ്ങനെ 5 ഏക്കർ 42 സെന്റ് സ്ഥലത്ത് 50 വീടിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്കാണ് 26-ാം തീയതി തറക്കല്ലിടുന്നത്. ഇനി 50 വീടുകൾക്കും വേണ്ടി കൂടി ഏഴാഞ്ചിറ പ്രദേശത്ത് മറ്റൊരു 5 ഏക്കർ കൂടെ കണ്ടെത്തിയിട്ടുണ്ട്. അതിന്റെ നടപടികളും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. അത് ഡീറ്റെയിൽ ആയിട്ട് 1100. എത്രയും വേഗത്തിൽ നല്ല നിർമ്മാണ ഏജൻസികളെയാണ് ഏൽപ്പിച്ചിട്ടുള്ളത്. സമയം പറയുന്നു.
ഒരു 6 മാസത്തിനുള്ളിൽ, 6 മാസം എന്നുള്ളത് എൻ്റെ ഒരു അങ്ങേയറ്റത്തെ ഡേറ്റാ, 6 മാസത്തിനുള്ളിൽ തന്നെ. KPCC ജനങ്ങളിൽ നിന്ന് പിരിക്കുന്നുണ്ട്, AIC സഹായിക്കുന്നുണ്ട്. മറ്റ് സംഘടനകൾ, പോഷക സംഘടനകൾ, യൂത്ത് കോൺഗ്രസ് 1 കോടി രൂപ തന്നു. അത് എറണാകുളത്തെ ചടങ്ങിൽ വെച്ച് 1,05,00,000. ഇനിയിപ്പം പെൻഷൻ സംഘടന 1 കോടിയോളം രൂപ പിരിച്ചതുണ്ട്. അധ്യാപക സംഘടനകൾ സഹകരിക്കുന്നുണ്ട്.